ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂരുള്ള ചേപ്പാറ എന്ന പാറമലയുടെ സമീപത്താണ്. ഇന്ന് ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് തൃശ്ശൂർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ പാറ കാണണമെന്ന് തോന്നി. വളരെ മനോഹരമായ ഒരു പാറമലയാണ്. അവിടെ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ണെത്താ ദൂരത്തെ പാറ ഇങ്ങനെ മല നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അവിടെ ഒരു കൈവരി പോലൊരു ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടെ പിടിച്ച ആളുകൾക്ക് സുരക്ഷിതമായിട്ട് മുകളിൽ കയറാവുന്ന തക്ക രൂപത്തിൽ അവരത് നിർമ്മിച്ചിരിക്കുകയാണ്. പാറമല കാണാൻ വളരെ മനോഹരമാണ്. ചുട്ടുപൊള്ളുന്ന വെയിലുമാണ്, ഒരുപാട് ഉയരത്തിലുമാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങളത് പിടിച്ച് മുകളിൽ കയറി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിന് നല്ല വൃക്ഷങ്ങളൊക്കെ മുകളിലുണ്ട്. താഴെ നോക്കിയാൽ അങ്ങനെ കാണില്ല, എങ്കിലും ഞങ്ങൾ മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ എന്താ പറയുക, മനോഹരമായ കാഴ്ചയാണ്. അതിൻ്റെ നടുക്കൊരു ലേക്ക് പോലെ ഒരു സംഭവമുണ്ട്. അത് വെള്ളമാണ്. വെള്ളം ഇങ്ങനെ തടം കെട്ടി കിടക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ, പക്ഷേ ഞങ്ങൾക്ക് ഭയമായിപ്പോയി. കാരണം അവിടെയൊന്നും ആരുമില്ല. എല്ലാവരും ആ ചെറിയ ചെറിയ കാടുകളിലൊക്കെ വിശ്രമിക്കുകയാണ്. മനുഷ്യരുണ്ട്, നമ്മളെപ്പോലുള്ളവർ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനൊരു ഭയം. ആരുമില്ല അവിടെ. നമ്മളറിയാതെ ഞാൻ അവിടെ ആരുമില്ലാത്ത ആ മലയുടെ മുണ്ടയ്ക്കൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാൻസ് കളിക്കണമെന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ 2 സ്റ്റെപ്പ് ഞാനും അവിടെ നിന്ന് വെച്ച് കേട്ടോ. പിന്നെ ചുറ്റും കണ്ണോടിച്ചപ്പോഴും എന്താ പറയുക, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് മനോഹരമായിരുന്നു. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് ആ സമയത്ത് അവിടെ. എന്നാലും അതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കാണാൻ മുകളിലേക്ക് കയറി. കണ്ണെത്താ ദൂരത്താണ് അവിടെ അതിന് താഴ്വശം മിനി ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. മിനി ഊട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഊട്ടി കാണുന്ന പോലെ തന്നെയാണ്. പൊക്കമുള്ള ഒരു മലയുടെ മണ്ടയ്ക്കോ പാറയുടെ മണ്ടയ്ക്കോ കയറി ആ പ്രദേശം മൊത്തം കാണത്തക്ക രൂപത്തിൽ നമ്മൾ നോക്കുമ്പോഴുള്ള ആ ബിൽഡിങ്ങുകളൊക്കെ ചെറിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിനാണ് അവർ മിനി ഊട്ടി എന്ന് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ പാറയുടെ 2 സൈഡുകളിലായി വൃക്ഷങ്ങളുണ്ട്, തണൽ മരങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, കാട്ടുവള്ളികളെ കാട്ടൂഞ്ഞാലൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ അതിനകത്തൂടെയൊക്കെ കയറി ഇങ്ങനെ ഇറങ്ങി എന്താ പറയുക, ചെറിയ ചെറിയ ഇരിപ്പിടം പോലുള്ള പാറകളുണ്ട്. പാറ കഷ്ണങ്ങളെന്ന് വേണം പറയാം. ചെറിയ ബെഞ്ച് പോലുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മളിരുന്ന് സമയം ചിലവഴിക്കാൻ, നമുക്ക് എൻജോയ് ചെയ്യാൻ. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കഥ പറഞ്ഞിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഭക്ഷണ പദാർത്ഥങ്ങളോ വെള്ളമോ ഒന്നും ഈ പാറയുടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. അതൊക്കെ കൊണ്ടുവന്ന് വേണം നമ്മൾ അവിടെ ഇരുന്ന് സന്തോഷം പങ്കിടുവാൻ. കാരണം ചുട്ടുപൊള്ളുന്നൊരു പാറയാണ്. എനിക്ക് തോന്നുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ്. ആ പാറയുടെ 2 സൈഡിലായി മനുഷ്യരെ ഉദ്ദേശം കൊണ്ട് തന്നെ ആയിരിക്കണം ഈശ്വരൻ അതിന് വൃക്ഷങ്ങൾ, ഒരു വീട്ടിലെങ്ങനെ ഇരിക്കുന്ന അതുപോലുള്ള സ്ഥല സൗകര്യങ്ങൾ ആ പാറയുടെ 2 സൈഡുകളിലായിട്ടും ഇടതൂർന്ന വൃക്ഷങ്ങൾ ഉണ്ട്, അങ്ങനെ വേണം പറയാൻ. അത് വെച്ച് പിടിപ്പിച്ചതാണോ തനിയെ വളർന്നതാണോ നമുക്കറിയില്ല. വലിയ വലിയ കാട്ടുവൃക്ഷങ്ങളാണ്. അവിടെ ചെന്ന് നിങ്ങളൊന്ന് കാണണം. അങ്ങനെ ചിലരൊക്കെ ടൂറിസമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേരൊന്നുമില്ല, ചെറിയ കുറച്ച് പേരായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ടൂറിസം ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ മല പോയി കാണണം, അവിടെ പോയി എൻജോയ് ചെയ്യണം, ആനന്ദിക്കണം, സന്തോഷിക്കണം. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടത് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.